നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലേക്കും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി LDF. ആശയക്കുഴപ്പം നിലനിന്നിരുന്ന തിരുവനന്തപുരം സെൻട്രലിൽ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധീർ കരമനയെ പ്രഖ്യാപിച്ചു. മലപ്പുറം താനൂരിലും വള്ളിക്കുന്നിലും കാസർഗോഡും LDF പിന്തുണയോടെ സ്വതന്ത്രർ തന്നെയാണ് ജനവിധി തേടുക. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ശിക്ഷിക്കപ്പെട്ടതോടെയാണ് LDFന്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിലായത്. പല പേരുകളും പരിഗണിച്ചെങ്കിലും മണ്ഡലം നിലനിർത്താൻ ഇടതുവേദികളിലെ സ്ഥിരം സാന്നിധ്യമായ നടൻ സുധീർ കരമനയെ പ്രഖ്യാപിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സുധീർ കരമന AKG സെന്ററിലെത്തി CPIM നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കലയും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടായാണ് കാണുന്നതെന്നും വിജയപ്രതീക്ഷയുണ്ടെന്നും സുധീർ കരമന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സിനിമ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അധ്യാപകനാണ്, സിനിമ അഭിനേതാവാണ്. ഇതെല്ലാം ഒരു സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. എന്തും അവസാനം നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. അതിന് ഏറ്റവും നല്ല ഒരു മാധ്യമങ്ങൾ തന്നെയായിരുന്നു അധ്യാപന ജീവിതവും സിനിമാ ജീവിതവും. മന്ത്രി V. അബ്ദുറഹിമാൻ തിരൂരിലേക്ക് മാറിയതോടെ ഒഴിവ് വന്ന താനൂരിൽ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ T. മുഹമ്മദ് സമീർ LDF സ്വതന്ത്രനായി മത്സരിക്കും. മലപ്പുറം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ നാഷണൽ ലീഗ് പിന്തുണയോടെ LDF സ്വതന്ത്രനായി അഡ്വക്കേറ്റ് CP മുസ്തഫ ജനവിധി തേടും. INLന് നൽകിയ കാസർഗോഡ് ഷാനവാസ് പാദൂരാണ് ഇടത് സ്വതന്ത്രൻ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ച ഷാനവാസ് പാദൂർ പ്രചാരണത്തിൽ സജീവമായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.